കോൺഗ്രസിന്റെ സമുന്നതമായ നേതാക്കന്മാരെ തെറി വിളിക്കാൻ വേണ്ടി ഒരു VDS എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, ഇവരെയൊക്കെ അറിവോടുകൂടി. അതിന് നേതൃത്വം കൊടുത്തത് പക്ക സംഘടി മാത്രമല്ല, കോൺഗ്രസിന് നേരെ ഒരു കാലഘട്ടത്തിൽ നിശിതമായിട്ട് വിമർശനം ഉന്നയിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്ത, അതിനപ്പുറത്തേക്ക് അന്യമത വിദ്വേഷം മാത്രം വിളമ്പി നടക്കുന്ന ഒരു വിമല എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഈ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് ഒരുപാട് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ആഡ് ചെയ്തിട്ട് മറ്റുള്ളവരെ തെറി വിളിക്കുന്ന ഒരു പരിപാടി. അത് ഇന്നലെ ന്യൂസ്, ഞാൻ പറഞ്ഞതല്ല, ന്യൂസ് പുറത്തുവിട്ടപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ്, അത്തരം ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയന്റെ ചാർജിനകത്തുനിന്ന് IB ഹിഡന് പോലും രാജിവെക്കേണ്ടി ഒരു സ്ഥിതിവിശേഷം വന്നത്. അതിനകത്ത് എറണാകുളത്തുള്ള പിന്നെ പ്രാദേശിക നേതാക്കന്മാരും ഉണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ. എന്നിട്ട് അങ്ങനെ സംഘി മനോഭാവമുള്ള ഒരുത്തിയെ പിടിച്ചിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാരെ പച്ച തെറി വിളിപ്പിക്കുക. ഇതാ കഴിഞ്ഞ 2 ആഴ്ചത്തെ സോഷ്യൽ മീഡിയക്കാണ്. അതിൽ പ്രത്യേകിച്ച് K. സുധാകരനെ അടക്കം കേൾക്കാൻ പറ്റാത്ത അൺപാർലമെന്റ് വാക്ക്. അപ്പൊ അന്നേരം ഞാൻ ഇതിന്റെ പിറകിലുണ്ട്. ഇത് എവിടെ നിന്നുണ്ടായത്? എനിക്ക് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന ചിന്താഗതിക്കാരനെ തന്നെയായിരുന്നു ഞങ്ങളൊക്കെ. കാരണം കുറച്ചും കൂടി പവർഫുൾ ലീഡേഴ്സ് വരട്ടെ. പക്ഷെ അതിനാക്കാൻ വേണ്ടി മറ്റ് നേതാക്കന്മാർ ഒരു ക്രൈമും ചെയ്യാതെ അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ച് എന്നുള്ളത് കൊണ്ട് ഒരു ഗ്രൂപ്പൊക്കെ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് പച്ച തെറി വിളിച്ചിട്ട് അങ്ങ് ഒതുക്കി കളയാ എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നാലാക്കി മടക്കി പോക്കറ്റിലങ്ങിട്ടെ. ഞാൻ സകലമായ ദൈവങ്ങളെ സാക്ഷി നിർത്തി പറയുന്നതാ. ഇന്നലെ വരെ ഞാൻ ഈ വിഷയത്തിനകത്ത് വേണ്ടിയിട്ടില്ല. പക്ഷെ ന്യൂസ് പുറത്തു വന്ന് അതിനപ്പുറത്തേക്ക് എന്താണെന്നറിയോ, സംഘടിയായ കോൺഗ്രസിനെ വിമർശിക്കുന്ന, പ്രത്യേകിച്ചിട്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്താ പറയാ അത്ര അറപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന അതിനെ പിടിച്ച് ഇതുപോലെ നാണം കെട്ട പണിയെടുക്കാൻ നേതൃത്വം കൊടുത്തവരെ നമുക്ക് പൂജിക്കാൻ കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്. ഊമ്പലും ഉപദേശവും ഒക്കെ വേണ്ട കേട്ടോ, ഏതെങ്കിലും ഒന്ന് മതി. മനസ്സിലായ? ഞാൻ സത്യമായിട്ട് ഇന്നലെ വരെ ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചോ? ഇല്ലല്ലോ. കാരണം ആ വാക്ക് തർക്കങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും, അത് നടത്തട്ടെ. അതൊക്കെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യ. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്നിട്ട് ഇവിടെ ഒരു കമന്റും അതിനെ അടിച്ചിട്ടുണ്ട്. കണ്ണൂർ സിംഹത്തെ എന്താ അന്നൊക്കെ പറ്റി ഒരു പരിഹസിച്ചിട്ടില്ലേ? ഇവക്ക് K. സുധാകരനെ പറ്റിയിട്ട് വല്ലതും അറിയോ? ഏതോ എറണാകുളത്താ കൊല്ലത്തങ്ങാറ്റം ഏതോ കാലിനടക്കി എന്നിട്ട് ഈ കാശും വാങ്ങിച്ചിട്ട് ഈ പണിയെടുക്കുന്ന ഇവക്ക്. KS ഞാൻ പറഞ്ഞല്ലോ, ഒരു കോൺഗ്രസിന്റെ കുത്തക മണ്ഡലത്തിൽ നിന്ന് നേതാവായി വന്നതല്ല കേസ്. CPMന്റെ പൊന്നാപുരം കോട്ടയിൽ നിന്നും സംഘപരിവാരോടും ഫൈറ്റ് ചെയ്തിട്ട് അവിടെ അണികൾ ഉണ്ടാക്കി അവിടെ പാർട്ടി ഉണ്ടാക്കിയിട്ട് തയേ തട്ടുന്ന കയറി വന്നതാ. അല്ലാതെ ചെളിയാളൊക്കെ കണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ അദ്ദേഹത്തെ നേതാവാക്കിയിരുന്നു. അങ്ങനെയേ അല്ല. K. സുധാകരന്റെ രാഷ്ട്രീയ ജീവിതം പാർട്ടി ഉണ്ടാക്കി നേതാവായതാ. കോൺഗ്രസിന് ഒരു മെജോറിറ്റിയും ഇല്ലാത്ത, കോൺഗ്രസിന് ഇന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടി ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ കോൺഗ്രസ്സുകാരനാടാ എന്ന് പറയാനുള്ള തന്റെ മണികൾക്ക് കൊടുത്ത് അവർക്ക് കാവൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്ത് അവരെ ഉയർത്തി കൊണ്ടുവന്ന നേതാവായ ആണ് K. സുധാകരൻ. മനസ്സിലാ? അല്ലാതെ കോട്ടയം സൈഡ് പോലെ എറണാകുളം സൈഡ് പോലെ കോൺഗ്രസിന്റെ കോട്ടയിൽ പോയിട്ട് ആരെങ്കിലും പറ്റി താങ്ങിയിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും സ്തുതി പാടിയിട്ടോ നേതാവായി വന്നതല്ല എന്റെ വിമല. ഇല്ലേ, ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് K. സുധാകരൻ ഇങ്ങനെ ചൊറിയാൻ വന്നാലില്ലേ ഞങ്ങളങ്ങ് മാന്തും. ആ മാന്തലുണ്ടല്ലോ ചില സമയം എനിക്കൊന്നും തടുക്കാൻ കഴിയില്ല. നമ്മൾ ഇത്രയും ദിവസം ഒന്നും മിണ്ടാണ്ട് നിന്നത് എന്താണെന്നറിയോ? ഞങ്ങളെ പല്ലിക്കുത്തിയിട്ടും അവനെ മണപ്പിക്കണ്ട എന്നുള്ളത് കൊണ്ടാ. അറിയാഞ്ഞിട്ടൊന്നുമല്ല. അതിനേക്കാൾ അപ്പുറം നാളെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ കരുത്തരായ പ്രവർത്തകർ ഞങ്ങളെ നേതാവിന്റെ കൂടെ ഉണ്ട്. അദ്ദേഹം ക്രൈം ചെയ്തോ തെറ്റായ ഭാഗത്തുണ്ടെങ്കിലോ ഞങ്ങൾ അതിനെയും വിമർശിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു വിഷയത്തിന്റെ മുകളിൽ ഇങ്ങനെ VDSനെ ഇപ്പം മുഖ്യമന്ത്രി ആക്കിക്കോ, അതിൽ നിങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചോ, നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത്ര ഫൈറ്റ് ചെയ്യില്ല, ഒന്നും നമുക്ക് തർക്കമില്ല. അതൊക്കെ ഒരു ജനാധിപത്യ പാർട്ടിയിലും അതിന്റെ സൗന്ദര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അത്ര തന്നെ ആസ്വദിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് തെറി വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് സംഘിക്കോശാലപാടി സംഘിന്റെ ആസനം നോക്കി നടത്തുന്നവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ കോൺഗ്രസ് അറിയണ്ടിക്കണോ? അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് നടക്കുന്ന സംഘപരിവാറിന്റെ ആശയം പേര് നടക്കുന്ന ഈ വൃത്തികെട്ടവള കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്. അത് ഞാൻ പറഞ്ഞതല്ല. വാർത്താ മാധ്യമങ്ങളിൽ നിങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ മറുനാടന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് പരിശോധിക്കുക.
അതിനകത്തൊക്കെ കൃത്യമായിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പറയുന്ന അക്കമിട്ട് നിരത്തിയിട്ടില്ല. ഇതാണ് അവസ്ഥ. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് KC അടക്കല്ലേ പച്ചത്തെറി വിളിക്കുന്നത്. KCന്റെ ഒരു മുഖ്യമന്ത്രി ആവണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ച് അതിനെന്താ തെറ്റെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. KC എന്താ കോൺഗ്രസിന്റെ നേതാവല്ലേ? സംഘീന്റെ നേതാവാണോ? അല്ല CPMന്റെ നേതാവാണോ? അതിനപ്പുറത്തേക്ക് KC എന്ന് പറഞ്ഞ 2ാം സ്ഥാനക്കാരാ പാർട്ടിന്റെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിന്റെ എല്ലാ കാര്യങ്ങളും നടപ്പാവണ്ടിക്കൽ തീരുമാനമെടുത്താൽ നടപ്പാവണ്ടിക്കൽ KCയുടെ ഒപ്പുവേണം ലെറ്റർ പേഡിൽ. അത്ര പവർഫുൾ ലീഡേഴ്സാണ് ഇപ്പോൾ. ഇനി അദ്ദേഹത്തെ തെറി പറയുന്നവർ ഒരു കാര്യം ചിന്തിക്കണോ? അദ്ദേഹം ഓട് ഇളക്കിയിട്ടല്ല അവിടെ IRCCന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നത്. അത് ഗാന്ധി കുടുംബം രാഹുൽ ഗാന്ധി അടക്കം നിശ്ചയിച്ചിട്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാഹുൽ ഗാന്ധി എന്തെറി വിളിക്കണ്ടേ? എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്? അപ്പൊ അതുകൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി വല്ലവനെ കൊണ്ടും തെറി വിളിപ്പിച്ച് അങ്ങ് നേടിക്കളയ എന്നൊരു ധാരണയൊന്നും ആർക്കും വേണ്ട. അതിന് ഇപ്പത്തെ ശക്തമായിട്ടുള്ള തിരിച്ചടി വരാൻ തുടങ്ങിയാലുണ്ടല്ലോ നിങ്ങൾക്കൊന്നും താങ്ങാൻ കഴിയില്ല. പക്ഷെ നമ്മൾ അതിന് മുതിരത്തില്ല. എന്നിട്ട് കുറെ എന്നോട് നീ എന്ത് കോൺഗ്രസ്സുകാരനാ, നീ എന്ത് കോൺഗ്രസ്സുകാരൻ കമന്റോടെ കുറച്ച് കമന്റ് ഇടുന്നുണ്ട്. ഈ ഇട്ടവനാണ് കേട്ടാൽ അറപ്പുളവാക്കുന്ന പച്ചത്തെറികള്. ഈ കഴുതകൾ എന്നോട് ചോദിക്കുന്ന ഈ കഴുതകൾ അത് വന്നിട്ട് K. സുധാകരനെതിരെയും KC വേണുഗോപാലിനെതിരെയും അതുപോലെ രമേശ് ചെന്നിത്തലക്കെതിരെയും പച്ചത്തെറിയെന്ന്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ അവർക്കെതിരെ അഗനിസ്റ്റായിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. എന്നിട്ട് അവിടെ വന്നിട്ട് എനിക്ക് ഉപദേശം തരിക. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഊക്കലും ഉപദേശവും ഒന്നിച്ചു വേണ്ട. ആദ്യം നീ എന്നോട് കോൺഗ്രസ്സുകാരനാണെന്ന് ചോദിക്കുന്ന നീയൊക്കെ നിന്റെ മുഖം കണ്ണാടി പോയി ഒന്ന് നോക്കിയിട്ട് വാ. മനസ്സിലായ? പിന്നെ നിന്റെ ഒന്നും സർട്ടിഫിക്കറ്റിലല്ല ഞാൻ കോൺഗ്രസ്സുകാരനായത്. ഞാൻ കോൺഗ്രസിനെ കൊണ്ട് ജീവിക്കുന്നവനല്ല. ഞാൻ കോൺഗ്രസിനെ ജീവിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെയ്യുന്നവനാ ഞാൻ. മനസ്സിലായ? വ്യക്തികൾക്കല്ല. അത് മനസ്സിലാക്കിക്കോ കേട്ടാ. എന്നിട്ട് ഇവർ വന്നിട്ട് എനിക്കുണ്ടാക്കാൻ നടക്കുക. പണിയെടുത്തവൻ എന്താ പറയണ്ടത്? കൂലി വാങ്ങിക്കട്ടെ. അതേ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ കൂലി കൊടുത്തിട്ടുമുണ്ട്. മനസ്സിലായ? പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് അദ്ദേഹത്തെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശമ്പളവും അലവൻസും പാർട്ടി കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഇലക്ഷൻ പിന്നെ കയ്യലോട് കൂടി അതൊക്കെ കഴിഞ്ഞു. പിന്നെ പാർട്ടി തീരുമാനിച്ചാൽ അത് കൊടുക്കോ കൊടുക്കാതിരിക്കോ ചെയ്യട്ടെ. ഇപ്പൊ ഞാൻ ചോദിക്കുക, നിങ്ങളിൽ പല ആളും വീടുകളൊക്കെ സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ടാവുമല്ലോ. അധ്വാനിച്ചവന് കൂലി കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വീടെടുക്കുമ്പോ ആ പണിക്കാരിക്ക് കൂലി കൊടുത്തിട്ടുണ്ടാവത്തില്ലേ? ഇല്ലേ? എന്നാ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ കൂടെ നോക്കുമ്പോ ആ എടുത്ത മണിയാനിക്കോ അല്ലെങ്കിൽ അതെടുത്ത മേസ്ത്രിക്കോ നിങ്ങളെ വീടങ്ങ് കൊടുക്കുവോ? ജനങ്ങൾ പറയുന്നത് എന്നാ പിന്നെ അത് അവരുടെ അധ്വാനിച്ചിന് ഈ അധ്വാനിച്ചതിന്റെ കൂലിയായിട്ട് നിന്റെ വീടങ്ങ് കൊടുത്തത് നിങ്ങൾ കൊടുക്കുവാണോ? കൊടുക്കുവോ? അതുപോലെ തന്നെ അധ്വാനിച്ചിട്ടൊന്നുമില്ല ആരും. എന്തധ്വാനി? കൃത്യമായിട്ടുള്ള എല്ലാ അലവൻസും ഉണ്ട്. നമ്മളിപ്പോ അധ്വാനിക്കുന്നു, നമുക്ക് ശമ്പളം തരുന്നു, നമുക്കത് എവിടം വരെ നമ്മളെ മുതലാളി നമ്മൾ ഇഷ്ടപ്പെടുന്നു അവിടം വരെ ഞങ്ങൾ നിൽക്കും. നാളുകളിൽ മുതലാളി വേണ്ട എന്ന് പറഞ്ഞാൽ ഒക്കെ ഞങ്ങൾ എടുത്തിട്ട് ശമ്പളം വാങ്ങി ഞങ്ങൾ അങ്ങ് പോകും എന്നതുപോലെ തന്നെ ഇതുള്ളൂ. ഒരു ജോലി ഏൽപ്പിച്ചാൽ ആ ജോലി ഭംഗിയായിട്ട് ചെയ്യാം. അത് അവന്റെ ഉത്തരവാദിത്ത, അവന്റെ ധാർമ്മികതയാണ്. അത് ചെയ്തിട്ടുണ്ടാവാം ഒരുപക്ഷെ. അത് റിസൾട്ട് വന്നാലേ നമുക്ക് പറയാൻ പറ്റൂ. അതിന് അങ്ങ് ജോലിയെടുത്തവൻ അങ്ങ് എടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതെന്താ വെറുതെ ചെയ്തത് ഇക്കാലത്രയും? എനിക്ക് മനസ്സിലായില്ല ലോജിക്ക് എന്താന്നുള്ള കാര്യം. അതുകൊണ്ട് പാർട്ടിക്കൊരു കാഴ്ചപ്പാടുണ്ടാവാം, പാർട്ടി ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം വരുന്നത് വരെ നമ്മൾ പരസ്പരം കൊമ്പ് കോർക്കാതെ നിൽക്കുക. പിന്നെ അഭിപ്രായവും ആഗ്രഹങ്ങളും ഒക്കെ അടയാളപ്പെടുത്തിക്കോ. പക്ഷെ ഒരു മറ്റൊരു നേതാവിനെ എങ്ങനെ പച്ചത്തെറി പറഞ്ഞ് അൺപാർലമെന്റ് വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് നേടിക്കളയ എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ഇപ്പോഴും അതിന് കണക്കായ ആമ്പിള്ളർ ഉണ്ട്. അതിനെ കണ്ടതിനെതിരെ എന്താ പറയാ റിക്കവർ ചെയ്യാനും അതിനെ പ്രതിരോധം തീർക്കാനും എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം. അത്രയേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ എന്റെ ക്വാളിറ്റി അളക്കാനും എന്റെ കോൺഗ്രസ് ഇത് അന്വേഷിക്കാനും ഒരുത്തൻ ഇങ്ങോട്ട് വരണ്ട. മനസ്സിലായി? ഞാൻ ഒരുത്തരെ കണ്ടിട്ട് കോൺഗ്രസ് ആയനോനല്ല. നിന്റെ ഒന്നും സർട്ടിഫിക്കറ്റിൽ കോൺഗ്രസ് ആവാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ എന്റെ ശരിയുടെ പക്ഷം നോക്കുന്ന സഞ്ചരിക്കുന്നവനാ. ഞാൻ മറ്റുള്ളവന്റെ ശരിയുടെ പാതയിലേക്കൂടി തെരഞ്ഞെടുത്ത് അങ്ങനെ പോകാൻ ശ്രദ്ധിക്കുന്നവനൊന്നും അല്ല. മനസ്സിലായി? കാരണം എനിക്കെന്റെ ഉടയ തമ്പുരാൻ വിശേഷ ബുദ്ധിയും തലച്ചോറും ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിക്കാണാനും ഇതിനകത്ത് സത്യവും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വകതിരിവൊക്കെ എനിക്കുണ്ട്. അല്ലാതെ ഒരു പാർട്ടിന്റെ തലപ്പത്തൊരു സ്ഥാനം വഹിക്കുന്ന അവൻ അപ്പിയിട്ട് വെച്ചിട്ട് ഇത് അടച്ചുവെച്ച സന്നന എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ വാരി മുഖത്ത് പുരട്ടുന്നവനൊന്നും അല്ല ഞാൻ. അത് നിങ്ങൾ പുരട്ടുന്നവർ പുരട്ടിക്കോ. മനസ്സിലായ? ഞാനത് കാഷ്ടമാണെങ്കിൽ അത് നീ കാഷ്ടിച്ചത് കാഷ്ടമാണ്, അത് നാറ്റം പേര് മുഖത്ത് തേച്ചു കഴിഞ്ഞാൽ എന്ന് പറയും ഞാൻ. മനസ്സിലായ? അവിടെ പാർട്ടിയാണ്. പക്ഷെ പാർട്ടി എന്റെ മനസ്സിനകത്താ, ആ നിലപാട് എന്റെ മനസ്സിനകത്താ കേട്ടാ.
അതുകൊണ്ട് വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് എനിക്ക് എന്റെ രാജ്യത്തിന്റെ റൈറ്റിൽ നിന്നിട്ട് ഞാൻ പറയും. മനസ്സിലായ? എനിക്ക് അടിമത്തൊന്നും സ്വീകരിച്ച ഒരു കോൺഗ്രസ്സുകാരനെന്നുള്ള ഞാൻ നിങ്ങളോടാ പറയുന്നത്. ഞാൻ കോൺഗ്രസിന്റെ ആശയത്തിൽ വിശ്വസിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടാ. എന്നെ അത്ഭുതപ്പെടുത്തിയതാ. ഞാൻ ചിന്തിച്ച് ആ സ്ത്രീയുടെ ഒരുപാട് വിമല ഇതിന്റെ ഒരുപാട് സംഘപരിവാറിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ഉണ്ട്. പിന്നെ മുസ്ലിങ്ങളെ ആക്ഷേപിച്ചിട്ട് പ്രത്യേകിച്ചിട്ട് നമുക്കറിയാലോ, ഒരു കേരളം പോലുള്ള ഒരു മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്റ്റേറ്റിന്റെ അകത്ത് വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഇതിനെ പിടിച്ചിട്ട് VDSന്റെ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആക്കിയിട്ട് അവളതിനകത്ത് കമന്റ് ഇട്ടിട്ട് എന്നിട്ട് മറ്റുള്ള നേതാക്കന്മാരെ തെറിവിളിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ബോർഡുകൾ ഉണ്ടാക്കിയിട്ട് പല ടൗണിലും അത് കയ്യോടെ കണ്ണൂരിൽ പിടിച്ചിട്ടുണ്ട്. മനസ്സിലായ? അതല്ല ഇപ്പൊ AICCക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ വാർത്ത കാണിച്ചത് എനിക്കറിയില്ല. എന്നിട്ട് അതിനെ ഞങ്ങൾ ഗണ്ണിക്കാൻ വേണ്ടി നോക്കുമ്പോ ഉടനെ വന്നിട്ട് കുറെ എണ്ണം നീ കോൺഗ്രസ്സാ, നീ എന്ത് കോൺഗ്രസ്സാ, നീ നന്നായിട്ടില്ല, ഇനി നന്നാക്കാൻ വേണ്ടി ഇങ്ങ് വാ. എനിക്ക് എന്റെ ഇത് നശിച്ചില്ലേ, ഇനി എന്നാ ഞാൻ നന്നാവണ്ട്? കുറെ എണ്ണം നന്നാക്കാൻ വേണ്ടി വരുന്നു. എന്നിട്ട് ഇവരാ ഈ പറയുന്ന, ഞാൻ പറയുന്നില്ല കോവൂർ കൊഴുത്തിയല്ല, ഇതേ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാരെയാണ് പച്ചത്തെറിയുന്നത്. അതാ എനിക്ക് മനസ്സിലായി. അതിന്റെ ലോജിക്ക് എന്താ, അതാ ഞാൻ പറഞ്ഞത്. ഈ ഊമ്പലും ഊഞ്ഞാലും ഒന്നിച്ച് വേണ്ട, ഊക്കലും ഉപദേശവും ഒന്നിച്ച് വേണ്ട, ഏതെങ്കിലും ഒന്നില് നിൽക്ക്. എന്താ നിങ്ങൾ ഈ പച്ചത്തെറിയുന്ന KC വേണുഗോപാൽ കോൺഗ്രസിന്റെ നേതാവല്ലേ? രമേശ് ചെന്നിത്തല നേതാവല്ലേ? K സുധാകരൻ നേതാവല്ലേ? അവരൊന്നും ഈ പാർട്ടിക്ക് വേണ്ടി ഒരു കോൺട്രിബ്യൂഷൻ നാളിന്ന് വരെ ചെയ്തിട്ടില്ലേ? നിങ്ങൾ ഈ പറയുന്ന ഒറ്റ വ്യക്തിയാണോ ഈ പ്രസ്ഥാനം? അതെയോ? നിങ്ങൾ ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കാൻ വരുന്നുണ്ടല്ലോ, കുറെ ഉണ്ടോ വരിയായിട്ട്? എന്നാ പറയണം നിങ്ങൾ. ആരും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടില്ല നാളിന്ന് വരെ. പിന്നെ ഞാൻ പറഞ്ഞതിൽ ആഗ്രഹം നിങ്ങൾ പ്രകടിപ്പിച്ചോ, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളവർ അവരും പറയട്ടെ. അത് കോൺഗ്രസ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായിട്ട് മുല്ലപ്പൂവിന്റെ സുഗന്ധം പോലെ ആസ്വദിക്കും, തർക്കമില്ല. പക്ഷെ അത് വെച്ചുകൊണ്ട് മറ്റുള്ളൊരു നേതാക്കന്മാർ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോഴേക്കും നീ ആരാടാ പറയാൻ? നീ വയസ്സായില്ലടാ, നീ അങ്ങ് ബോട്ടത്തിൽ പോയിരിക്കടാ. എന്റെ ഈ പറയുന്ന VD സൈസ് എന്നാ 19 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെയാ, 19 വയസ്സ് കഴിഞ്ഞ് നാളത്തേക്ക് 20ാമത്തെ വയസ്സിലേക്ക് എത്തും നീ അല്ലേ? എടാ 5 വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ, 5 6 വയസ്സിന്റെ ഡിഫറൻസ്. അത് ആ കണക്ക് കൊടുത്തേ നീ ഇങ്ങോട്ടേക്ക് വന്നേക്കെല്ലാരും കേട്ടാ. പിന്നെ ഓരോരാൾക്ക് ഓരോ കഴിവുണ്ടാവും. ചില ആൾക്ക് സംഘടനാപരമായിട്ടുണ്ടാവും, ചില ആൾക്ക് പ്രസംഗത്തിലുണ്ടാവും. അങ്ങനെയൊക്കെ ഓരോ കഴിവ് ഓരോരാൾക്കുണ്ട്. അങ്ങനെ എല്ലാ കഴിവുകളും കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ കഴിയൂ. മനസ്സിലായ? പിന്നെ ഇവിടെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അങ്ങ് 3.5 വർഷം നിങ്ങൾ ഈ തെറി വിളിക്കുന്ന പച്ച തെറി വിളിക്കുന്ന നേതാവ് 3.5 വർഷം KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ബൈ ഇലക്ഷനിലെ മുഴുവൻ വിജയം ഉണ്ടായത്. പാർലമെന്റിലെ ഇലക്ഷനിലേക്ക് 18 സീറ്റ് നേടിയത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെയും പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാ. മനസ്സിലായ? അദ്ദേഹം എത്ര മാറ്റങ്ങൾ പാർട്ടിക്കകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ USC പോലുള്ള ചില സംവിധാനങ്ങൾ, അതിനാരാ തടസ്സം നിന്നത്? അതാരാ വേണ്ടെന്ന് പറഞ്ഞത്? ഇതൊക്കെ നമ്മളെ മുമ്പിൽ സത്യങ്ങളായിട്ട് അങ്ങനെ നിൽക്കുന്നില്ലേ? അതിനെയൊക്കെ നമുക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റുമോ? എന്നിട്ട് എല്ലാ അട്ടിപ്പേറും ഒരാൾക്കും വേറൊരു കോൺട്രിബ്യൂഷൻ ഇല്ല. മുന്നിൽ നിന്ന് പടം നയിച്ചവൻ എന്താ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോയില്ല. ഇപ്പൊ അമേരിക്കയും മറ്റേ ഇസ്രായേലും ഇറാനും ഒക്കെ ആയിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അങ്ങ് യുദ്ധമല്ല ചെയ്തത്. അതല്ലേ നമ്മൾ കണ്ടത് അല്ലേ? പടം നയിക്കാന് എഴുതി വിടുമ്പോ ഒക്കെ ചിന്തിച്ചിട്ട് എഴുതടോ. സാക്ഷരതയിൽ 1ാം നമ്പർ 1ൽ നിൽക്കുന്ന കേരളം എന്നൊക്കെയല്ലേ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. സ്വയം പ്രഖ്യാപിതാണ്. പക്ഷെ 10 വയസ്സിന്റെ വിവരവും ബുദ്ധിയും ഈ പറഞ്ഞ് ഞാനടക്കമില്ല. ഞാൻ എന്നെ തന്നെ വിമർശിച്ചാ പറയുന്നത്. കാരണം ചില പ്രവർത്തികളൊക്കെ അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ ഞാന് എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ പറയേണ്ടി വന്നു? ആ സംഘടന പോലും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ വാർത്ത കേൾക്കുമ്പോൾ ഞാൻ ഇന്നിപ്പോഴാ കേൾക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. എത്ര മാത്രം ഈ മതനിരപേക്ഷതയൊക്കെ ഉയർത്തിപ്പറഞ്ഞ് SDPIന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ വലിയ പമ്പളക്കിയല്ലോ. അപ്പൊ ഈ സംഘടനയെ പിടിച്ചിട്ട് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് പുള്ളി അറിഞ്ഞിട്ടില്ലേ? വാർത്തയില് ഇപ്പം പറയുന്നത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാ ചെയ്തെന്നുള്ള കാര്യമല്ലേ? എന്നാ കോൺഗ്രസിന്റെ എത്രയാണ്ട് അവരെ പിടിച്ചാക്കറിയണ PRO വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇതേ പുള്ളി തന്നെ ഇവർ പഠനയിച്ചവരെന്ന് പറഞ്ഞില്ലേ, ഇയാൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് എത്ര പ്രാവശ്യം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ട് നിങ്ങൾക്കറിയോ? അറിയാണോ നിങ്ങൾക്ക്? തിരുവനന്തപുരത്ത് DCCനെ പ്രഖ്യാപിക്കാൻ വേണ്ടി നോക്കുമ്പോ ഈ പുള്ളി ഒരാളെ പേര് പറഞ്ഞു. പാർട്ടിക്ക് എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടി വരും. അത്തരം ഘട്ടങ്ങളിൽ ഇയാൾ നിർദ്ദേശിച്ച പുള്ളിയുടെ പേരിന്റെ ആ വ്യക്തിയെ പറ്റി പഠിച്ചപ്പോൾ ഒരുപാട് ക്രിമിനൽ കേസിലും അതിനകത്തൊക്കെ പ്രതിയായിട്ടുണ്ട്, അല്ലെങ്കിൽ കേസുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ചാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇവരൊറ്റ സാധ്യം ആക്കിയിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങ് ഉണ്ടാക്കി കളയെന്ന് പറഞ്ഞു. പാർട്ടിയെ ഭീഷണിപ്പെടുത്താൻ നിന്ന് ഏകദേശം 1 മാസം മാധ്യമങ്ങൾ പച്ചയ്ക്ക് ചർച്ച ചെയ്ത ആ വിഷയം. അവസാനം AICC പറഞ്ഞു ഇയാൾ അത് മാത്രമല്ല, അന്ന് നടക്കുന്ന പാർട്ടിന്റെ ഒരു പൊതുപരിപാടിയിലും ഈ പുള്ളി പങ്കെടുക്കൂല. മനസ്സിൽ നോക്കണം നിങ്ങൾ. അധികാരം തലക്ക് പിടിച്ചവനെ എല്ലാവനും. ഞാനിപ്പോ ഇയാളെ മാത്രം ഓരോ കാര്യം പറയുമ്പോഴേ നമുക്ക് ഒരാളെ പറ്റി പറയാൻ പറ്റൂ. എന്നിട്ട് അവസാനം AICCക്ക് ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു. AICC പറഞ്ഞു പാർട്ടി നിശ്ചയിച്ച പരിപാടിയിൽ പങ്കെടുത്തോളുക, അല്ലെങ്കിൽ പണി വേറെ വരുന്നു കണ്ടപ്പോ മെല്ലപ്പുള്ളി പാർട്ടിക്ക് ഭയപ്പെട്ട് പിന്നെ AICC പറഞ്ഞാൽ DCC പ്രസിഡന്റ് ആക്കിയ അവിടെ. അപ്പൊ അങ്ങനെ പാർട്ടിയെ പോലും ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ അത് മറന്നുപോയത്? നിങ്ങൾ വലിയ പാർട്ടി പ്രേമികളല്ലേ നിങ്ങൾ, അല്ലേ? പാർട്ടി ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പാർട്ടി പ്രേമത്തേക്ക് ക്ലാസ് എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നല്ലേ? എടാ ചിന്തിക്കണം. നമ്മളൊരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ രാവിലെ മാധ്യമങ്ങൾ വരും, അച്ചടി മാധ്യമങ്ങൾ, അതൊക്കെ നോക്കുക, അതൊക്കെ വായിക്കുക. ഏതൊക്കെ നേതാക്കന്മാർക്കാണ് അധികാരം വേണ്ടത്? എല്ലാവരും അധികാരത്തിന് വേണ്ടി തന്നെയാണ്. ഈ പിന്നെ പുള്ളി എന്നെ പറഞ്ഞിട്ടില്ലേ? ഈ പുള്ളി പറഞ്ഞിട്ടില്ല ഒരു ബൈറ്റ് ഉണ്ടല്ലോ, മറ്റേ ഒരു ബൈറ്റ് കൊടുത്ത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ അധികാരത്തിന് വേണ്ടി തന്നെയാണ്, ഞാൻ അങ്ങനെ മാർപ്പാപ്പിയായിട്ടൊന്നുമല്ല പ്രസ്ഥാനത്ത് ഈ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഇയാൾ പറഞ്ഞിട്ടില്ലേ? മച്ചക്ക് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അധികാരം തന്നെയാണ് എല്ലാവരെയും വിഷയങ്ങൾ, ഏതെങ്കിലും ഒരാൾക്ക് മാത്രമൊന്നുമല്ല. അത് ഞാൻ എല്ലാ ഘട്ടത്തിലും പറയാറുണ്ട്. മനസ്സിലായ? അപ്പൊ വല്ലാണ്ടങ്ങ് തൂറി മെഴുകി വെളുപ്പിക്കാൻ നിൽക്കണ്ട. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും വിശേഷ ബുദ്ധിയും. നിങ്ങൾ ഈ കമന്റോളികൾക്കും നിങ്ങൾക്കും നിങ്ങളുടേതായ വിവരവും ബോധ്യങ്ങളും ഉണ്ടാവും. അതും ഞാൻ മനസ്സിലാക്കുന്നു, അതിൽ തർക്കമില്ല. പക്ഷെ എല്ലാവരും അങ്ങ് അടിമകളാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് തന്നെ നമ്മളെ ചിന്തയും കൊണ്ട് പോകണം എന്ന് പറയുന്നതിനോട് ദൈവത്താണ് ഞാൻ പറയട്ടെ, യോജിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ ശരിയായിരിക്കാൻ പറയും, നിങ്ങൾ ശരിയായിരിക്കാൻ എഴുതുന്നുണ്ടാകുക. ആ വഴിയിലെ കൂടി അങ്ങ് സഞ്ചരിച്ചോ. മനസ്സിലാ? അല്ലാതെ നമ്മൾ തരിയെന്ന് തോന്നുമ്പോൾ നമ്മൾ വിമർശിക്കോ, നീ എന്ത് കോൺഗ്രസ്സുകാരാ, നീ എന്ത് പാർട്ടിയാ എന്ന് ചോദിച്ചിട്ട് ആ കുണയ്ക്കുന്ന ചോദ്യം കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട കേട്ടാ. ഈ കുണയ്ക്കുന്ന ചോദ്യം ഇടുന്നവൻ തന്നെ അടുത്ത തൊട്ടപ്പുറത്തുള്ള നേതാവിനെ തെറിയും പറഞ്ഞിട്ടാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നത്. ഞാൻ അതൊക്കെ സ്ക്രീൻഷോട്ട് ഇടുന്ന 100 കണക്കിന് സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട് ഇപ്പോ. എന്തിനാ ഇത്തരക്കാർ വീണ്ടും വന്ന് കമന്റ് ഇടുമ്പോൾ അത് വെച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനമായി പറഞ്ഞെങ്കിൽ വെക്കുക, എന്റെ കോൺഗ്രസിനുള്ള ബന്ധം നടക്കാൻ ഒരു കുട്ടി ഇങ്ങോട്ടേക്ക് വരണ്ട കേട്ടാ. ഞാൻ അതിന്റെ ചെലവിൽ നിൽക്കുന്നവരുമല്ല. ഞാനൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ച ബന്ധവും ഇല്ല, നാളെ അത് വേണ്ടാന്നാനും. പക്ഷേ ഞങ്ങളുടെ പൂർവികന്മാർ ഉണ്ടാക്കിയ പ്രസ്ഥാനം ഇവിടെ നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒറ്റ ശബ്ദത്തിൽ തന്നെ എക്കാലം മുന്നോട്ട് പോകും. അപ്പം നിങ്ങൾ പറയും നേതാക്കന്മാരെ, നിങ്ങൾക്ക് നേതാവാണെങ്കിൽ നിങ്ങൾ അങ്ങ് കൂട്ടിക്കോ. പക്ഷെ നിങ്ങൾ ശരിയായിരിക്കത്തില്ല എന്റെ ശരി, എന്റെ ശരിയായിരിക്കത്തില്ല നിങ്ങളെ ശരി. അതിനൊരു അഭിപ്രായം പറയാനുള്ള റൈറ്റ് നമ്മുടെ രാജ്യവും തരുന്നുണ്ട്. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി ആരായി വരട്ടെ, പാർട്ടി ആരെ തീരുമാനിക്കട്ടെ, അത് നമുക്കൊക്കെ കറക്റ്റ്. അത് VD സതീശനായാലും ശരി, എനിക്ക് പിന്നെ രമേശ് ചെന്നിത്തലയാലും ശരി, ഇനി എന്താ പറയാ KC വേണുഗോപാലും ശരി, ഇനി അല്ലെങ്കിൽ K മുരളീധരനായാലും ശരി, ആര് വന്നാലും വ്യക്തിപരമായിട്ട് എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ആരെങ്കിലും വരയോഗ്യമുള്ളവർ വരട്ടെ. പക്ഷെ അത് ഇന്ത്യക്കാരൻ അങ്ങ് കൊടുക്കണം, ഇന്നയാള് തന്നെയല്ലേ പടം നയിച്ചത്, ഇന്നയാള് തന്നെയല്ലേ അങ്ങ് അധ്വാനിച്ചതെന്നൊക്കെ ആ വിടുവായിട്ടുണ്ട്. അതൊക്കെ അങ്ങ് മാറ്റിവെക്ക് കേട്ടാ. അതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാർട്ടി കൃത്യമായിട്ട് അലവൻസ്, ശമ്പളവും സാലറിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു നിശ്ചിത 5 വർഷമാണ് പ്രതിപക്ഷ നേതാവിന്റെ റോൾ ഉണ്ടാകുക. ആ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു മാസത്തെ ശമ്പളം അദ്ദേഹത്തിന് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ, നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും അലവൻസ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പറയാം, അതും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. അല്ലാതെ അദ്ദേഹം അങ്ങ് വലിയ മാർപ്പാപ്പിയായിട്ട് അങ്ങ് സേവന ഈ പാതയിലെ കൂടി അങ്ങ് സഞ്ചരിച്ചിട്ട് അങ്ങ് സേവനം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. മറ്റേ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എല്ലാവരും അതാത് നിർവഹിച്ചിട്ടുണ്ടാവാം. അത് KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ആകാം, ജനറൽ സെക്രട്ടറിമാർ അതിന്റെ ആവാം, പ്രതിപക്ഷ നേതാവ് അങ്ങനെയാവും, ഉപപ്രതിപക്ഷ നേതാവ് അത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ എന്നുള്ളത് കൊണ്ട് അങ്ങനെ അങ്ങ് കൊടുക്കണം അല്ലേ?
എന്നിട്ട് അധ്വാനിക്കുന്നവന്റെ വിയർപ്പ് പിന്നെ ആര് പറഞ്ഞു അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെ ഇത് നക്കാൻ വേണ്ടി എന്തെല്ലാം മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെ പറ്റിയിട്ട് എഴുതിയിരുന്നത് വിയർപ്പ് നക്കാൻ വന്ന പറ്റികള് ഞാൻ എന്റെ അകലൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ത് വിയർപ്പാണ് ഈ പുള്ളിന്റെ മറ്റു നേതാക്കന്മാർ നക്കാൻ പോയത് അത് പറയാം. ഞാൻ തിരുവനന്തപുരം മുതൽ നിങ്ങൾ പാദസാര വരെ പിക്കാസ് എടുത്ത് കളച്ച റോഡ് സൈഡ് വേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് വേർപ്പിന്റെ അസുഖം ഉണ്ടാവും, അതുകൊണ്ട് ഡോക്ടറെ കാണിക്കും. മറ്റു നേതാക്കന്മാർ അത് നക്കാനൊന്നും വന്നിട്ടൊന്നുമില്ല, അങ്ങനെ നക്കേണ്ട ആവശ്യവും ഇല്ല. മനസ്സിലായ കേട്ടാ? അതുകൊണ്ട് ആ ഡയലോഗൊക്കെ നാലാക്കി മടക്കി പോക്കറ്റിലങ്ങ് വെച്ച് ഞാൻ ഇപ്പോഴിങ്ങനെ ഒരു വീഡിയോ ചെയ്യാണ്ടായ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ. സംഘപരിവാറിന്റെ ആ സ്ത്രീയെ വെച്ചുകൊണ്ട് മറ്റ് നേതാക്കന്മാരെ തെറി വിളിക്കാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് കൃത്യമായിട്ടുള്ള അറിവോട് കൂടി തന്നെയാണ്. ഒരു കാരണവശാലും തല വെട്ടിപ്പോയാലും അതിനെ അനുവദിച്ചു തരാൻ കഴിയില്ല. ഇന്നലെ വരെ ഞാൻ ഈ വിഷയത്തിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല, പറയാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല, പറയാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ ഇന്ന ന്യൂസ് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഇത്തരം താണകളി എടാ, അങ്ങനെ അംഗീകാരമെങ്കിൽ നിന്നെ തേടി വരൂലേ? ഇനി അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റ് അണികളെ വെച്ചിട്ട് നിങ്ങൾ പ്രതിഷേധിച്ചോ. പക്ഷെ സംഘിക്ക് വേണ്ടി വീടുവേലക്കാൽ ഇത്രയും ചെയ്തതൊക്കെ വിളിച്ചിട്ട് കോൺഗ്രസിന്റെ ലേവലിൽ മറ്റ് നേതാക്കന്മാരെ തെറിവറിയാൻ വേണ്ടി അണികളെ കൂട്ടിക്കുന്ന നാണം കെട്ട പരിപാടിക്കെതിരെയുള്ള പ്രതിഷേധം മാത്രമായിട്ട് നിങ്ങൾ കണക്കാക്കുക. ഓക്കെ, ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്.